ഭാര്യയുടെ ശരീരം മറവ് ചെയ്യാൻ എടുക്കുകയാണ്. അവസാനമായി അവളെ ഒരു നോക്ക് കാണാൻ എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും തിരക്ക് കൂട്ടുന്നു. കൂട്ടുകാരൻ വന്ന് എന്നെ വിളിച്ചു. നിനക്ക് അവസാനമായി ഒന്ന് കാണണ്ടേടാ. ഒന്നും മിണ്ടാതെ ഞാൻ ഹാളിലേക്ക് ചെന്നു. പുഞ്ചിരിച്ചുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ വിവാഹം കഴിഞ്ഞ് അവളെ ആദ്യമായി ചുംബിച്ചത് മനസ്സിലേക്ക് വന്നു. ചുംബിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ഈ കിടത്തത്തിലുണ്ടായിരുന്നു. ചുംബിക്കാൻ അടുത്തതും ആരോ തടഞ്ഞു. ഇനി തൊടണ്ട, വുളു ശുദ്ധിയാക്കി കൊണ്ടുവന്ന് കിടത്തിയതേയുള്ളൂ. പതിയെ ഞാൻ പിൻവാങ്ങി. ഞാൻ എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. വൈകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹത്തിന് ഒരുക്കിയ പോലെ ആരൊക്കെയോ ചേർന്നവളെ ഒരുക്കിയിരിക്കുന്നു. അന്നെൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാണെങ്കിൽ ഇന്ന് എന്നാൽ നിന്നും കൊണ്ടുപോവാനാണ്. ഇനി ഞാൻ തൊട്ടാൽ വുളു മുറിയുമത്രേ. വേണ്ട, ശുദ്ധിയോടുകൂടി തന്നെ പൊയ്ക്കോട്ടെ. പക്ഷെ അവസാനമായി എനിക്കൊരു ചുംബനം നൽകാൻ പോലും പറ്റിയില്ലല്ലോ. അതെ, മധുവിധു തീരും മുമ്പേ 2 മാസത്തെ ദാമ്പത്യം സാക്ഷി നിർത്തി പ്രവാസത്തിലേക്ക് കുടിയേറിയ ആ രാത്രി, നിറകണ്ണുകളോടെ നെറുകിൽ നൽകിയ ആ ചുംബനം, അതെ, അതായിരുന്നു അവസാന ചുംബനം. പിന്നീടങ്ങോട്ട് 4 മാസം പ്രവാസ ജീവിതം. ഇന്നലെ പതിവില്ലാതെ മാമൻ വന്ന് ടിക്കറ്റ് കയ്യിൽ തന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തിയപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ അത്യാഹിതം എന്നേ വിചാരിച്ചുള്ളൂ. അതെൻ്റെ ജീവന്റെ പകുതിയാണെന്ന് വീട്ടിലെത്തിയിട്ടാണ് അറിയുന്നത്. മയ്യത്തെടുത്ത് വാടാ, പള്ളിയിൽ പോണ്ടേ. വീണ്ടും കൂട്ടുകാരൻ അവൻ്റെ കൂടെ വികാരമില്ലാതെ അവളെ അനുഗമിച്ചു. അവളുടെ ആ സുന്ദരമായ മുഖം മണ്ണിൽ ചേർത്ത് വെച്ചപ്പോൾ നെഞ്ചൊന്നു പിടഞ്ഞു. അവൾ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ നെഞ്ചിൽ മുഖം ചേർത്തുറങ്ങാൻ പൂതിയാവുന്നു ഇക്ക എന്ന്. അവസാന കല്ലും വെച്ച് എൻ്റെ മുത്തിൻ്റെ മുഖം മറയ്ക്കുമ്പോൾ പറയാൻ കഴിയാത്ത ഒരു വികാരമുണ്ടായിരുന്നു മനസ്സിൽ. ഫോണിലൂടെ അവൾ ചോദിച്ചിരുന്ന പോലെ മൗനിയായി ഞാനും ചോദിച്ചു, നമ്മളിനി എന്നാ കാണാ? യാന്ത്രികമായിട്ടായിരുന്നു വീട്ടിലെത്തിയത്. ഞങ്ങളുടെ റൂം, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ഗന്ധം, അവൾ വിരിച്ചിട്ട ബെഡ്, അവൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അഴിച്ചുവെച്ച മുടിപ്പിന്നുകൾ, ഹാങ്ങറിൽ തൂങ്ങുന്ന അവളുടെ ഡ്രസ്സുകൾ. പ്രവാസിയായി മാറിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളില്ലാഞ്ഞിട്ട് ഒരു രസവുമില്ല. നമ്മുടെ റൂമൊരു ശവപ്പറമ്പായി ഇക്ക. ഇനി ഇതൊരു റൂമാവണമെങ്കിൽ ഞാനും ഇങ്ങളും ഒരുമിച്ച് ഈ റൂമിൽ വേണമെന്ന്. നീ പറഞ്ഞത് ശരിയാ പെണ്ണേ, ഇനി ഒരിക്കലും ഇതൊരു റൂമാവില്ല, ശവപ്പറമ്പാണിത്. എങ്കിലും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ അവസാനമായി എന്നിൽ നിന്നൊരു ചുംബനം? അത് കിട്ടുമെന്ന പ്രതീക്ഷയിലല്ലേ അവൾ അങ്ങനെ പുഞ്ചിരിച്ച് കിടന്നത്. ക്ഷമിക്ക് പെണ്ണേ, വൈകാതെ എത്തും ഞാൻ നിന്നരികിൽ ബാക്കി വെച്ച ആ അന്ത്യചുംബനം സമ്മാനിക്കുവാൻ വേണ്ടിയിട്ട്. ഒരു കരച്ചിലോടുകൂടിയല്ലാതെ നമുക്കത് വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. സ്നേഹിക്കുക തൻ്റെ കൂട്ടായി വന്നവനെ, വന്നവളെ, അവസാന ശ്വാസം വരെയും.